ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നേരത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ധനി ബേബി താഴത്തെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പം എന്തായാലും ആവട്ടെ എന്ന് എന്തായാലും നമ്മൾ കുറച്ച് ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും കുറച്ച് വൈകിട്ട് കഴിക്കാൻ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചീര തലേ ദിവസം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, തോരനൊക്കെ വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാനതങ്ങനെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് രാവിലെ തന്നെ അത് നന്നാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് എന്തായാലും കഴുകി വൃത്തിയാക്കി അതിൻ്റെ കതിര് കുറേശ്ശെ കതിരേ ഉള്ളൂ കേട്ടോ, നല്ല മൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇളം തണ്ടുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി ഇനി ധോനി ബേബിനെ കുളിപ്പിക്കാനും അവൾക്ക് കുറുക്കുണ്ടാക്കാനൊക്കെ തുടങ്ങാനെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെക്കട്ടെ. അമ്മായി അത് അവിടെ ചായപ്പ് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ചൂടുവെള്ളത്തിനുള്ളതാണെന്ന് എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളം എപ്പോഴും ആണല്ലോ. അപ്പോൾ അങ്ങനെ രണ്ടടുപ്പത്തും ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഇനി ചീര ഒന്ന് 2-3 പ്രാവശ്യം എന്തായാലും ഒന്ന് കഴുകുകയൊക്കെ വേണം. അപ്പോൾ മഴയൊക്കെ പെയ്തതല്ലേ. അപ്പോൾ അതെന്തായാലും ഒന്ന് 2-3-4 പ്രാവശ്യം കഴുകിയിട്ടോ. ഞാൻ കഴുകിയിട്ട് വൃത്തിയാക്കി 2 പ്രാവശ്യമൊക്കെ കഴുകിയിട്ടോ. ഇനി എന്തായാലും പിന്നെ നമ്മൾ ടാങ്കിൽ കയറ്റി വെള്ളമായിരുന്നു കേട്ടോ, ചപ്പാൻ വെള്ളമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഇനി ബ്ലീച്ചിങ് പൗഡറിൻ്റെ മണം എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ ഇനി എന്തായാലും നല്ല വെള്ളത്തിലൊന്ന് ഇനി കഴുകി വൃത്തിയാക്കി എടുക്കും കൂടി വേണം. ഇനി എന്തായാലും വെള്ളം വാരാൻ വെച്ചിട്ട് അതൊന്ന് നുറുക്കിയെടുക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് പറയാനെയാണ് കേട്ടോ എല്ലാവരും. കാരണം നമുക്ക് സന്തോഷം, കാരണം നമ്മുടെ തെറ്റുകൾ തിരുത്താനും ഒക്കെ നമുക്കതൊരു അവസരമാവും. അപ്പോൾ എന്താണ് വേറെ ഒന്നുമല്ല കേട്ടോ. ചേച്ചി എന്താ പറയുക, വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ നേരെ വൃത്തിയിൽ കെട്ടി വെച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ എണീറ്റ് വരുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങനെയാണ് വാരി കെട്ടിയിട്ട് അങ്ങനെ കെട്ടിയിട്ട് വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മുടി തീരെ ഉള്ളു കുറവാണ്. അപ്പോൾ ഉള്ള അതുകൊണ്ട് ഞാൻ ചെറിയ ക്ലിപ്പ് ക്രാബ് ഇട്ടിട്ട് ഞാൻ അങ്ങനെ കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെക്കാറാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും ശരി, അത് ക്രാബ് ഇട്ടാലും ശരി, കുഞ്ഞ ക്രാബാട്ടോ, അതിട്ടാലും മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്നുണ്ടാവും കേട്ടോ. നമുക്കൊരു മുറുക്കം കിട്ടുകയില്ല. കാരണം മുടി അത്രയ്ക്ക് ഉള്ളു കുറവാണ്, പറഞ്ഞാൽ അത്രയ്ക്ക് ഉള്ളു കുറവാണ്. കാണുമ്പോൾ തോന്നും ചിലപ്പോൾ സമയത്ത് നമ്മൾ മുടിയൊക്കെ കെട്ടി വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഞാനത് കെട്ടിറക്കാതെ മുടി ചീവാതെയൊക്കെ ആകുമ്പോൾ നമുക്ക് തോനെ ഉള്ളുള്ള പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അധികം ഞാൻ കെട്ടി വയ്ക്കുക. അധികം ചീന്തൽ കുറവാണ്, എന്നാൽ കൂടി എന്താണ് അങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ തോന്നും തോനെ മുടി ഉള്ളത് പോലെയൊക്കെ കേട്ടോ. ഇപ്പോഴും തോന മുടി ഉള്ളതുപോലെ എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ തീരെ ഉള്ളില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കമൻറ്റൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് വളരെ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാട്ടി തരാൻ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ കേട്ടോ വീഡിയോ ചെയ്യുമ്പോഴേക്കും. കാരണം നമുക്ക് വളരെ സന്തോഷം, കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മളോട് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോകളിലൊക്കെ നമ്മളങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ മുടി കെട്ടിവെക്കാനും അതുപോലെയൊക്കെ മുടി നേരെ ശ്രദ്ധിക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെ ആ ചീരയൊക്കെ വൃത്തിയാക്കി കഴുകി ഞാൻ എന്തായാലും വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ധോനി ബേബി താഴത്തെ വീട്ടിൽ നിന്ന് വന്നു. അപ്പോൾ അവൾക്ക് കഴിക്കാൻ കുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ച്, പിന്നെ അവൾക്ക് വെള്ളമൊക്കെ ചൂടാക്കി അവളെ കഴിക്കാനൊക്കെ കൊടുത്ത് കുളിപ്പിച്ചതിന് ശേഷം കഴിക്കാനൊക്കെ കൊടുത്ത് അവളെ കിടത്തി ഉറക്കിയിട്ടാണ് കേട്ടോ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ പിന്നെ അവൾക്ക് കഴിക്കാൻ കൊടുത്ത കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാത്രം ഉണ്ടായിരുന്നു, പിന്നെ അവൾക്ക് കപ്പ്, വെള്ള ഗ്ലാസ്, അങ്ങനെയൊക്കെ കുറച്ച് പാത്രങ്ങൾ. ചായ രാവിലെ അവൾക്ക് കുറച്ച് ബാക്കി ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് കുറച്ച് കുടിച്ച് അങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ട് വേണം ഇനി ചീര നുറുക്കണം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ സന്തോഷം, നല്ല വീഡിയോസാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതൊക്കെ വളരെ സന്തോഷം. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒരുപാട് ഫ്രണ്ട്സ് ആദ്യമായിട്ട് കാണുന്നവരെ കണ്ടിട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഓളുന്ന ഓപ്ഷനും കൂടി അമർത്തണേ. എന്നാലാണ് നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചി എൻ്റെ വീഡിയോ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോ പരാതിയൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ ചീരക്കറി വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ചീര പരിപ്പ് വെള്ളത്തിലിടണം. അപ്പോൾ ചെറുപരിപ്പില്ല കേട്ടോ, സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയില്ലേ. അമ്മായി അങ്ങനത്തെ ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് വടപ്പരിപ്പ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പരിപ്പ്, അതുള്ളൂ കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ കിങ്ങിണിപ്പൂച്ച പ്രസവിച്ച് 2 മക്കളാണ് കേട്ടോ. അവരിതാ ഓരടിയൊക്കെ ഇങ്ങനെ പിച്ച വെച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ ഉലാത്തിയും കൊണ്ട് നടക്കുകയാണ്. അതിനിടയിൽ ഞാനിതാ പോയിട്ട് ചീരയൊക്കെ വൃത്തിയാക്കി വെച്ചതെല്ലാം
നുറുക്കി എല്ലാം പാത്രത്തിലാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കളയിൽ തീരെ വട്ടം കുറവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറക്കുകയും ചെയ്യരുത് കേട്ടോ. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ മൊബൈൽ ക്യാമറയിലാണല്ലോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ ക്ലിയറൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാവരും ക്ഷമിക്കട്ടോ. നമുക്ക് നമ്മുടെ വീഡിയോസ് ക്ലാരിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാണാതിരിക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചീരയൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാനിത് ആ പരിപ്പ് വെള്ളത്തിലിട്ട് ഞാൻ വാർത്ത് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്, ചീരക്കറി വെക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ടൊന്നുമല്ല, പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുക്കറിൽ വെക്കാമെന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് പരിപ്പെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് വെക്കുകയാണ്. അമ്മായി അമ്മായിക്ക് അവർക്ക് ഇനി വേറെ കൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. കൂട്ടാൻ അവിടെ മുരിങ്ങ തലേ ദിവസം കുറച്ച് മുരിങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടന്നു. അപ്പോൾ അത് താളിക്കുന്നുണ്ട് അമ്മായി. അപ്പോൾ അതിനുള്ള ഉള്ളിയും അതേപോലെ സവോള ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും അരിമുളകും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് ചതച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മായിയുടെ അങ്ങനെ മുരിങ്ങക്കറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ എനിക്കിനി എന്തായാലും ചീരയും പരിപ്പും കൂടിയും താളിച്ച് വെക്കണം. പിന്നെ താളിക്കാന്നല്ല, തേങ്ങയൊക്കെ അരച്ച് കുറച്ചൊന്നുള്ള ജീരകം, തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചു കേട്ടോ. ഇതിനിടയ്ക്ക് തേങ്ങ ചിരകി വെച്ചിട്ട് അതിൽ കുറച്ച് ജീരകവും ഒരു ഒറ്റ പോണാട്ടോ ചെറുത് വെളുത്തുള്ളി പോണയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അരച്ച് വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ കുക്കറിൽ അങ്ങനെ പരിപ്പടുപ്പത്ത് വെച്ചു. അരിമുളകാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കറിയിലേക്ക് വേണ്ടിയിട്ട്. പച്ചമുളക് 2 ദിവസം മുന്നേ കൊടുന്ന പറ്റ പഴുത്ത് പോയിരിക്കുന്നു കേട്ടോ. പിന്നെ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അരിമുളക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തൊടിയിലുണ്ടായിരുന്നത് തന്നെയായിരുന്നു. അപ്പോൾ അത് അമ്മായി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുരിങ്ങയ്ക്ക് താളിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ അതൊന്ന് കുറച്ച് പകുതി എടുത്തിട്ട് ഞാൻ ചീരക്കറിയിലേക്ക് ഇട്ടു കേട്ടോ. തേങ്ങ അരയ്ക്കുമ്പോൾ അങ്ങനെ ചെറിയുള്ളിയൊക്കെ ഇടേണ്ടതാണ്, പക്ഷേ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറും അരിമുളകും ഒരു നുള്ളു കളറിന് വേണ്ടിയിട്ടേ നമ്മൾ മഞ്ഞപ്പൊടിയും അതെല്ലാം കൂടിയും ചേർത്തിട്ടാണ് കേട്ടോ അരയ്ക്കണത്. ജീരകവും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മളിന്ന് അരപ്പരയ്ക്കണത്, തേങ്ങയുടെ കൂടെ അരച്ച് വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഇനി എന്തായാലും രാശേട്ടൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ പണിയില്ല, അപ്പോൾ വണ്ടി കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരിക്കും. ഇനിയിപ്പോൾ എന്തായാലും കറി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു മുട്ട പൊരിക്കലോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും മുട്ടയില്ല. അപ്പോൾ ഇനി വാങ്ങിയിട്ട് വന്നിട്ട് വേണം. ചെറിയുള്ളി ഇല്ല കേട്ടോ. അപ്പോൾ ഇത് തൂമിക്കാൻ ചെറിയുള്ളി ഉണ്ടെങ്കിൽ നല്ല സ്മെല്ലും നല്ലൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വരുമ്പോൾ കുറച്ച് ചെറിയുള്ളിയും മേടിച്ചിട്ട് വരണം. പിന്നെ മുട്ട പൊരിച്ചിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കോഴിമുട്ട ഉണ്ടായിരുന്നില്ല കേട്ടോ, വീട്ടിലിരിപ്പില്ല. അതെപ്പോഴും ഉണ്ടാവുന്നതാണ് സ്റ്റോക്ക് കിട്ടും ഇവിടെ. പ്രാവശ്യം എന്തായാലും ഇല്ല. അപ്പോൾ അതെന്തായാലും മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 2 ഐറ്റം മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ട് ചീര അതിലേക്ക് ഇട്ടു കേട്ടോ. പരിപ്പ് ഇന്ന് പ്രാവശ്യം കുറച്ച് അധികമായി കേട്ടോ, വേവ് അധികമായി. കാരണം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ 2 വിസിലൊക്കെ അടുപ്പിച്ചപ്പോഴത്തേനും അത് നെയ്യ് പോലെ ആയി കേട്ടോ. അപ്പോൾ അങ്ങനെ ചീരയൊക്കെ ഇട്ട് നമ്മൾ ഇനിയിപ്പോൾ ചീര ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും ഇനി നമ്മുടെ അരപ്പും കൂടി ചേർക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ രാജേഷേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് നേരെ കുറുന്നനെ ചാറ് വെച്ച് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചീരക്കറിയൊക്കെ ആയി. ധോനി ബേബി ചോറുണ്ട് മയങ്ങി ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. ചീരക്കറിയൊക്കെ ആയിട്ട് എണീറ്റ് വന്നത് ഇന്ന് ചോറുണ്ണാനാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഉള്ളിയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേനും കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. 1:30 മണിയൊക്കെ ആയി രാജേട്ടൻ വന്നപ്പോഴത്തേനും കേട്ടോ. പിന്നെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഏട്ടൻ കഴിക്കണമൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് ഏട്ടന് കഴിക്കാണ്ടാക്കി വേഗം കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ധോനി ബേബി പാത്രം കഴുകുമ്പോൾ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങൾ കഴിച്ച പാത്രങ്ങളൊക്കെ മുട്ട പൊരിച്ചതും കറി ഉണ്ടാക്കിയതും എല്ലാ പാത്രങ്ങളും കഴുകി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ധോനി ബേബി എൻ്റെ കൂടെ വന്നിട്ടോ. അവളൊരു 1 മണി 1:15 ആയപ്പോഴത്തേനും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഇനി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ. പിന്നെ എന്തായാലും ബാക്കി പരിപാടികളൊക്കെ ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചവരെയുള്ള വീഡിയോസാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടി ശ്രദ്ധിക്കണം. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫസ്റ്റ് തന്നെ. അതിന് ശേഷം നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടിങ്ങും ഒക്കെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ വീഡിയോസ് നല്ല ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. കാരണം അപ്പോൾ നല്ല വെട്ടമുണ്ടല്ലോ. കാരണം അവിടെ ആകുമ്പോൾ പുകയൊക്കെ അടിച്ചിട്ടേ ഭയങ്കര എന്താ പറയുക കരിയുടെ ഉള്ളിലായതുകൊണ്ട് കറുത്തിരുണ്ട് പോകും. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ തീരെ ലൈറ്റും കമ്മി ലൈറ്റത്തൊക്കെ അങ്ങനെ കരി പിടിച്ചിട്ടൊക്കെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. തീരെ വെട്ടം കുറവ് പോലെ തോന്നും. വെളിയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ വീഡിയോസ് നല്ല ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഞാനിത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എത്ര കഴുകി കൊണ്ടുവച്ചാലും എവിടെയെങ്കിലും ഒരെണ്ണം ഇരിപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതും കൂടി കൊണ്ടുവന്ന് മോറി വയ്ക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.